നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്കിൽ വലഞ്ഞ ജനം. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ബുധനാഴ്ച രാത്രി 12 മുതൽ. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു. റൂൾ കർവ് പ്രകാരമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ചിമ്മിനി ഡാം കൂടുതൽ തുറന്നു. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി തീപിടിച്ച് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. കോടാലി കടമ്പോടിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ ട്രസ് തകർന്നു. ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. വാർത്തകൾ വിശദമായി. സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്കിൽ വലഞ്ഞ ജനം. സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലായുള്ള മേഖലകളിലെല്ലാം യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. അതിനിടെ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ബുധനാഴ്ച രാത്രി 12-ന് ആരംഭിക്കും. കേരളത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായാണ് പണിമുടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ പ്രതിഷേധവും INTUC ഉൾപ്പെടെയുള്ള UDF സംഘടനകൾ ഉയർത്തും. കഴിഞ്ഞ ദിവസം ഗതാഗത കമ്മീഷണറുമായി ബസ്സുടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പിന്റെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക, ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ചെല്ലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക, ബസ്സുകളിൽ മാത്രം GPS സ്പീഡ് ഗവർണർ ക്യാമറകൾ തുടങ്ങിയ വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗതാഗത വകുപ്പിന്റെ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു. വാർഡിന്റെ വരാന്തയിലെ PVC ഷീറ്റിൽ തീർത്ത സീലിംഗ് ആണ് തകർന്നു വീണത്. ചൊവ്വാഴ്ച രാവിലെ 9:45 സംഭവം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇലക്ട്രിക്കൽ പണികൾ പൂർത്തിയാകാത്തത് മൂലം ഇതുവരെ വാർഡ് തുറന്നു കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ഇലക്ട്രിക്കൽ പണികൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി സീലിംഗ് അഴിച്ച് വയറിംഗ് ജോലികൾ ചെയ്തത് പരിശോധിച്ചിരുന്നു. ഇതിനുശേഷം സീലിംഗ് ഉറപ്പിക്കാത്തതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് പറയുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ സ്ഥലത്ത് സന്ദർശനം നടത്തി. ഇത് വയറിങ്ങിന് വേണ്ടി അവിടെ ഈ ഷീറ്റൊക്കെ പൊളിച്ചപ്പോൾ അറിഞ്ഞിരുന്നു വീണതാണ്. ഇതുവരെ ബേസിക് കംപ്ലീറ്റ് ഉള്ളതല്ലാതെ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇതിൻ്റെ വയറിങ് നടപടികളൊക്കെ ഇപ്പോൾ നടത്തുന്നുള്ളപ്പോൾ പുതിയ അധ്യക്ഷന്മാർ വന്നിട്ട് ഇന്നലെ പിടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇത് ICUവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ റിസർവിന് വേണ്ടി വന്നാൽ എന്ന് നൽകിയപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ റിസർവ് വേണ്ടി വന്ന നിലയ്ക്ക് മാറ്റി വെച്ചാൽ കിട്ടില്ല. വയറിങ്ങിൻ്റെ പണി ഇപ്പോൾ ഒരു വിളിച്ചിട്ടുണ്ട്. ഇന്നലെ അവർ വന്ന് ആ പണി ചെയ്തതിൻ്റെ മായി അവരെ പണി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഷീറ്റിൽ പോയിട്ടുണ്ടാകും. കാലപ്രാർത്ഥനയോട് പോയി ഇന്നലെ കണ്ടറിയാം. KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും ചേർത്ത് 1.25 കോടി രൂപയിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത്. തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. റൂൾ കർവ് പ്രകാരമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ചിമ്മിനി ഡാം കൂടുതൽ തുറന്നു. ഡാമിന്റെ റിവേഴ്സ് ലൂയിസ് വഴി പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവാണ് കൂട്ടിയത്. സെക്കൻഡിൽ 3.64 ഘനമീറ്റർ വെള്ളമാണ് അധികമായി പുറത്തേക്ക് ഒഴുക്കുന്നത്. ചൊവ്വാഴ്ച 11-നാണ് വാൽവ് കൂടുതലായി തുറന്നത്. ഇതോടെ ചിമ്മിനിയിൽ നിന്ന് 26.36 മീറ്റർ ക്യൂബ് വെള്ളമാണ് കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത്. നിലവിൽ ഡാമിൽ 70.82 മീറ്ററാണ് ജലനിരപ്പ്. 111.15 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിലുള്ളത്. ഇത് പരമാവധി സംഭരണശേഷിയുടെ 73.34%. 76.70 മീറ്ററാണ് ചിമ്മിനിയുടെ പരമാവധി ജലനിരപ്പ്. പരമാവധി സംഭരണശേഷി 151.55 ദശലക്ഷം ഘനമീറ്ററാണ്. നിലവിൽ സ്ലൂയിസ് വഴി 16.36 ഘനമീറ്റർ വെള്ളവും KSCB വാൽവ് വഴി 6.36 ഘനമീറ്റർ വെള്ളവും തുറന്നുവിട്ടിരുന്നത്.
കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് 10 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോടാലി കടമ്പോടിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ ട്രസ് തകർന്നു. ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയ്ക്ക് സമീപമുള്ള നിരപ്പേൽ പുത്തൻപുരയ്ക്കൽ പിയൂസ് സിറിയക്കിന്റെ വീടിനാണ് നാശമുണ്ടായത്. വലിയ ശബ്ദത്തോടെ ആഞ്ഞുവീശിയ കാറ്റിൽ 2500ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതി വരുന്ന ട്രസ് തൂണുകൾ മറിഞ്ഞ് വീടിന് പുറകുവശത്തേക്ക് ചരിഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം വീടിന് തൊട്ടടുത്ത് നിന്ന് ജാതിക്ക് പെറുക്കുകയായിരുന്ന പിയൂസ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ ഏതാണ്ട് ഒരു 11 മണിയോട് കൂടി അതിശക്തമായ കാറ്റാണ് ഉണ്ടായത്. ആ മഴയും ആ സമയത്ത് ഞാൻ ജാതിക്ക പറിച്ചുകൊണ്ട് ജാതിയും ചോർന്ന് നിൽക്കുകയായിരുന്നു. അതിശക്തമായ മഴയും കാറ്റും വന്നപ്പം വലിയ ഭീകരമായ സൗണ്ടോടുകൂടി റെസ്റ്റോറൻറ്റ് താഴത്തേക്ക് ഒടിഞ്ഞു വീഴുന്നതാണ് കണ്ടത്. ഞാൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, ഓടി രക്ഷപ്പെടുകയായിരുന്നു. തലനാരിഴയ്ക്ക് തന്നെ രക്ഷപ്പെട്ടു എന്നാണ് പറയാം. ഏതാണ്ട് ഒരു 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ മുടക്ക് വന്നിരുന്നു ഈ ഡ്രസ് വർക്കിൽ. 1-2 വർഷത്തോളം കക്ഷിയായുള്ളൂ ഡ്രസ് വർക്ക് ചെയ്തിട്ട്. കാറ്റിൽ വീടിന് ഭാഗികമായി കേടുപറ്റി. വീടിന് സമീപത്തുള്ള ജാതിമരം ട്രസ് വീണ് കടപുഴകി. 4 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി പിയൂസ് സിറിയക്ക് പറഞ്ഞു. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി തീപിടിച്ച് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. വെള്ളാങ്കല്ലൂർ എരുമതടം ഫ്രാൻസ് നഗർ സ്വദേശി തൃക്കോവിൽ വീട്ടിൽ 70 വയസ്സുള്ള രവീന്ദ്രൻ, ഭാര്യ 60 വയസ്സുള്ള ജയശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ പൊട്ടിത്തെറി നടന്നു എന്നാണ് കരുതുന്നത്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ രണ്ടും പുറത്താണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ലീക്കായി വീടിനകം മുഴുവൻ നിറഞ്ഞിരുന്നതായാണ് അനുമാനം. വീടിന്റെ മുൻവശത്തെ ഇരുമ്പുവാതിലടക്കം തകർന്നിട്ടുണ്ട്. എല്ലാ മുറികളിലും ഗ്യാസ് നിറഞ്ഞു നിന്നിരുന്നതിനാൽ മുറികളിലെല്ലാം തീ പടർന്ന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ഇവരെ തൃശൂർ ജൂബിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഭാര്യ ജയശ്രീയുടെ നില അതീവ ഗുരുതരമാണ്. ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വിജ്ഞാന കേരളം ഗൾഫ് ജോബ് ഫെയറിന്റെ ഭാഗമായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കെ രാമചന്ദ്രൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് TG അശോകൻ, വിജ്ഞാന കേരളം KRP അബ്ദുൾ റസാഖ്, DRPമാരായ CK ബിന്ദു, CN വിദ്യാധരൻ, EK സത്യൻ എന്നിവർ പ്രസംഗിച്ചു. MP വർഗീസ്, തീമാറ്റ് എക്സ്പെർട്ട് ധന്യ P നന്ദൻ, RGSA കോർഡിനേറ്റർ KS അശ്വതി എന്നിവർ പരിശീലനം നൽകി. CMമാരായ KK രഞ്ജിത, KP കൃഷ്ണ, സോണിയ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KA ഹനീഫ, ഷാജു പൂക്കാടൻ, ലിനോ മൈക്കിൾ, കുട്ടൻ പുളിക്കലാൻ, ജെയ്നി സിജോ, തോമസ് കാവുങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. നൈനോ ആൻഡോ, ഭഗവത് സിംഗ്, നിസാർ കർപ്പവീട്ടിൽ, KA അമ്മുണ്ണി, ജെറിൻ കാവനാട്, കുഞ്ഞു മുഹമ്മദ് പത്തുകുളങ്ങര, ജോണി കൊട്ടേക്കാട്ടുകാരൻ, അർജുനൻ വട്ടേക്കാട്ടിൽ, ഉണ്ണികൃഷ്ണൻ കോളാശ്ശേരി, സന്തോഷ് നമ്പേടൻ, ജോയ് പുരയിടം, ബാബു മനക്കുളങ്ങർ പറമ്പിൽ, ബാബു നെല്ലിക്കവിള, ചന്ദ്രൻ പണ്ടാരി, ഫ്രാൻസിസ് ആരോത, സിബി വാസുപുരം, നന്ദകുമാർ കോരപ്പത്ത്, രാജു വാസുപുരത്തുകാരൻ, വിഷ്ണു പൂക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ജനപ്രതിനിധി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ലോകത്താദ്യമായാണ് ഒരു കൊലപാതകം നടക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്റെ മകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുവന്ന തന്റെ മകൾ നവമിക്ക് കൂട്ടിരിക്കുന്നതിന് വേണ്ടി വന്നതാണ് കോട്ടയം തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ അവിടുത്തെ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മ. ആ വീട്ടമ്മ രാവിലെ കുളിക്കുന്നതിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിൽ അവിടെ കടക്കാൻ പാടില്ല എന്നോ അവിടേക്ക് പോകാൻ പാടില്ല എന്നോ അവിടേക്ക് പ്രവേശനമില്ല എന്നോ യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡും ആ കെട്ടിടത്തിന്റെ അടുത്തില്ല. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിലെ നവീകരണത്തോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽ ദാനം നടത്തി.
ഇടവക വികാരി ഫാദർ ഷാജു കാച്ചപ്പള്ളി വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബി വട്ടക്കുന്നേൽ, ഇടവക പ്രതിനിധികൾ, കൈക്കാരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽ പള്ളിയിൽ KCYM-ന്റെ റൂബി ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. മാർ ബോസ്കോ പുത്തൂരിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും തുടർന്ന് പൊതുസമ്മേളനവും ഉണ്ടായിരുന്നു. പൊതുസമ്മേളനം മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരിയും KCYM ഡയറക്ടറുമായ ഫാദർ ജോയ് കൊള്ളന്നൂർ അധ്യക്ഷനായി. KK രാമചന്ദ്രൻ MLA മുഖ്യാതിഥിയായി. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, KCYM പ്രസിഡന്റ് ഗോഡ്വിൻ K. ബെന്നി, KCYM അതിരൂപത ഡയറക്ടർ ഫാദർ സാജൻ വടക്കൻ, പുതുക്കാട് ഫൊറോന KCYM ഡയറക്ടർ ഫാദർ ജെയ്സൺ പുതുപ്പള്ളിൽ, തൃശൂർ രൂപത KCYM പ്രസിഡന്റ് ജിഷാദ് ജോസ്, മദർ സുപ്പീരിയർ സിസ്റ്റർ മേബിൾ ജേക്കബ്, പുതുക്കാട് ഫൊറോന KCYM പ്രസിഡന്റ് ആൻസ് ചുങ്കത്ത്, പള്ളി ട്രസ്റ്റി റിക്സൺ കളപ്പുര, പുതുക്കാട് ഫൊറോന KCYM വൈസ് പ്രസിഡന്റ് KC സിനി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സംഗീത വിരുന്നും അരങ്ങേറി. കല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി ഭരണമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂർ മാവിൻചുവടിൽ സായാഹ്ന ധർണ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. KT ടോമി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, സുനിൽ മുളങ്ങാട്ടുകര, സൈമൺ നമ്പാടൻ, ഷെന്നി പനോക്കാരൻ, ലിസി ജോൺസൺ, ഷമീറ ഷാഹുൽ ഹമീദ്, മിനി ഡെന്നി, സലീഷ് ചെമ്പാറ, ജിഷ ഡേവിസ്, മോഹനൻ തൊഴുക്കാട്ട്, വിൽസൺ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് UP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ യോഗം നടത്തി. നിർമ്മല പ്രൊവിൻസിലെ ഫെയ്ത്ത് ഫോർമേഷൻ കൌൺസിലറായ സിസ്റ്റർ മേഴ്സി പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് VG ഡാനിയൽ അധ്യക്ഷനായി. മാതാപിതാക്കൾക്കായി നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് പുതുക്കാട് സബ് ഇൻസ്പെക്ടർ പ്രദീപ് നയിച്ചു. കെയർ ആൻഡ് സേവ് സ്ഥാപനത്തിന്റെ CEO ശങ്കർ അയ്യറിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷത്തേക്കുള്ള PTA കമ്മിറ്റി രൂപീകരിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ വന്ദന, സ്റ്റാഫ് പ്രതിനിധി മരിയ മാത്യു എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് തൊറവ് വില്ലേജ് ഓഫീസർ അൻവർ ഷയ്ക്ക് യാത്രയയപ്പ് നൽകി പുതുക്കാട് പൌരാവലി. ചടങ്ങ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ അധ്യക്ഷനായി. വർഗീസ് തെക്കേത്തല, വൈസ്മാൻ ഇന്റർനാഷണൽ ക്ലബ്ബ് ജില്ലാ ഗവർണർ വിജയകുമാർ പുതുക്കാടിൽ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ജെയ്സൺ മാളിക്കൽ, സുധൻ കാരയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, HRPM പ്രതിനിധി ജോൺസൺ പുല്ലുത്തി, പത്രപ്രവർത്തക പ്രതിനിധി ഷാജു ഒല്ലൂക്കാരൻ, APP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജോർജ്, JCA പ്രതിനിധി ജോഷി മധുക്കരി, മുരളി ചേലോട്ട് എന്നിവർ പ്രസംഗിച്ചു. അങ്ങനെ ഒരു പുതിയ കേരളത്തിലോട്ട് വന്നു. 2-3 വർഷം കഴിഞ്ഞു. ഞാൻ മനസ്സിൽ കൈവച്ച് പറയാൻ, ഞാൻ അന്ന് മുതൽ ഈ നിമിഷം വരെ ഇനിയും പുതുക്കാടുകാരനായിട്ടാണ് ഞാൻ അഡ്രസ് ചെയ്തത്. എന്നെ പഠിപ്പിച്ചത്, ഞാൻ ഒരു പൊതുരംഗത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് സാധാരണക്കാരുടെ വിഷമങ്ങൾ സാധാരണയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചൊരു പരിചയം ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വില്ലേജ് ഓഫീസർ ഈ ഗ്രാമത്തിൻ്റെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അൻവർഷാണ്. നമ്മൾ വില്ലേജ് ഓഫീസർമാർക്കൊന്നും സാധാരണ യാത്രയിൽ പോയി സാധാരണ ഒരു മാറി പോയി കഴിയുമ്പോൾ അറിയാവുള്ളൂ, നമ്മളോട് പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഞാൻ ഈ പരിപാടിക്ക് ഇതിന് മുൻകൈ എടുക്കാൻ കാരണം, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് കേവലം 1.5 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ ഇനി ഇപ്പൊ പോയി കുഴപ്പമില്ലാത്തൊരു വില്ലേജ് ഓഫീസർ ആയിരുന്നു, ഇനി ഏത് ആളാണോ വരിക വർഷമാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രൗഢി കിട്ടില്ലേ. എന്ന് പറഞ്ഞാല് നാട്ടുകാർ ശത്രുക്കളല്ലോ, ഒരാളെ സ്ഥലം പറയുമ്പോ പൊട്ടേന്ന് പറയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു സ്നേഹമാണ് കാണുന്നത്. നമ്മുടെ പുതുക്കാടിന്റെ സകല മേഖലയിലുമുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു 24 മണിക്കൂർ നേരത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും ആളുകൾ സംഘടിപ്പിച്ചത്. അതിലെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നിക്കണം സാറിന്റെ കേൾക്കുന്നത്. അതായത് ആറാറ് എല്ലാവരും വില്ലേജ് ഓഫീസിൽ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കേ പോകുള്ളൂ. പക്ഷെ വളരെ വിഷമത്തോടു കൂടിയാണ് നിങ്ങളെ സംസാരിക്കുന്നത്.
ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ജില്ലാ ഓഫീസർ അൻവർ ഷഫാർ വന്ന കാലം മുതൽ ഞങ്ങൾ പരിചയപ്പെട്ടു. പറഞ്ഞ പോലെ ഒരു നിമിഷം കൊണ്ട് ഈ ആദ്യത്തെ പല സർക്കാർ ഓഫീസറും ഞാൻ അതിന്റെ ജീവിതകാലത്ത് പലപ്പോഴും പോയി. ഒരിക്കൽ പോലും ആ ചെന്ന സമയത്ത് തന്നെ ആ കാര്യം നടന്ന് സാധ്യതയില്ല. പക്ഷേ പുതുക്കാട് വില്ലേ ആവശ്യത്തിൽ ഇത്രയും കാലം ഞാൻ വന്ന് കയറിയ തുറവില്ലേ ആവശ്യത്തിൽ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട വില്ലേജ് ഓഫീസർ, ഞാൻ ഓർക്കുന്നത് ഒരുപക്ഷെ ഞാൻ ഈ പഞ്ചായത്തുകാരനല്ല എങ്കിൽ പോലും. വാർത്തകൾ തുടരുന്നു. വരന്തരപ്പള്ളി സെന്റ് പയസ് 10th CUP വിദ്യാലയത്തിൽ ബഷീർ ദിനാചരണം നടത്തി. പ്രധാനാധ്യാപിക സിസ്റ്റർ റെനി തെരേസ് നേതൃത്വം വഹിച്ചു. ബഷീർ കഥാപാത്രങ്ങളായി കുട്ടികൾ വേഷമിട്ടത് വ്യത്യസ്ത കാഴ്ചയായി. ഇഞ്ചക്കുണ്ട് ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനവും PTA പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ അധ്യക്ഷത വഹിച്ചു. BRC കൊടകരയിലെ BPC TR അനൂപ് പദ്ധതി വിശദീകരണം നടത്തി. റിൻസി ജോൺ, ഗീത ജയൻ, NP അഭിലാഷ്, വിപിൻ ആന്റണി, KK സൗമ്യ, KV രാജു, ഷാജി തോമസ്, PP പീതാംബരൻ, AR പ്രകാശൻ, AK വിന്നി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളുടെയും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം സംഘടിപ്പിച്ചു. KK രാമേന്ദ്രൻ MLA അധ്യക്ഷനായി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK സദാശിവൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജിനീഷ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, മെഡിക്കൽ ഓഫീസർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, നിർമ്മാണ ഏജൻസി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആരോഗ്യ കേരളം തൃശൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ അവലോകനത്തിന് നേതൃത്വം നൽകി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ മെയിൽ വാർഡ് കെട്ടിട സമുച്ചയ നിർമ്മാണം ആഗസ്റ്റിൽ പൂർത്തിയാകും. വിവിധ പഞ്ചായത്തുകളിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണ പുരോഗതി യോഗം വിലയിരുത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ ചൊക്കന നായാട്ടുകുണ്ടിലെ സബ് സെന്റർ പരിമിതമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. മണ്ഡലത്തിലെ മഴക്കാല പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ളവയുടെ സ്ഥിതിയും യോഗം ചർച്ച ചെയ്തു. വനസംരക്ഷണത്തിന്റെ നല്ല പാഠങ്ങൾ പകർന്നു നൽകി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് NSS യൂണിറ്റും വനം വകുപ്പ് ചാലക്കുടി ഡിവിഷൻ പരിയാരം റേഞ്ചും സംയുക്തമായി വനമഹോത്സവം സംഘടിപ്പിച്ചു. ഉരുൾപൊട്ടലിൽ തകർന്ന കൊന്നക്കുഴി ചാട്ടുകല്ലുതറ വനമേഖലയിൽ കാടിനെ പുനരുജ്ജീവിക്കുന്നതിനായി NSS വളണ്ടിയർമാർ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ സാമുവൽ വർഗീസ്, ഫോറസ്റ്റ് ഓഫീസർമാരായ ബിബിൻ, ജിഷോർ, ജൈനി, സാജു എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണ്ണ ഗ്രാമിന് 9,060 രൂപയും പവന് 72,480 രൂപയും രേഖപ്പെടുത്തി. തലോർ ചെറിയത്ത് തൃശൂർക്കാരൻ ദേവസി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് തലോർ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ. പരേതയായ ലീലാമണിയാണ് ഭാര്യ. ഡാലിയ, ഡാനിയ, ഡെൽന എന്നിവർ മക്കളും ലിജോ, ഷാജൻ, അരുൺ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്കിൽ വലഞ്ഞ ജനം. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ബുധനാഴ്ച രാത്രി 12 മുതൽ. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു. റൂൾ കർവ് പ്രകാരമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ചിമ്മിനി ഡാം കൂടുതൽ തുറന്നു. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ലീക്കായി തീപിടിച്ച് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്.
കോടാലി കടമ്പോടിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ ട്രസ് തകർന്നു. ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.